കേരളത്തിൽ കോൺഗ്രസിന്റെ ശബ്ദങ്ങളായി യുവത്വം ഉയർന്നു വരുന്ന ഇക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പേരാണ് KM അഭിജിത്ത് എന്നത്. പോരാട്ട വീര്യം കൊണ്ട് KSUവിന്റെ ഗർജിക്കുന്ന സിംഹമായി സർക്കാരിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ യുവതുർക്കി 2017 സംസ്ഥാന പ്രസിഡന്റായ സ്ഥാനമേറ്റതിനു ശേഷം അതിനു മുൻപും യുവത്വത്തിൻ്റെ വീറിലും വാശിയിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഇടപെടൽ നടത്തിയ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് അഭിജിത്തിനെ കോൺഗ്രസ് കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിതരായത്. തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നിഴലായി നിന്ന് യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ സർക്കാരിനെതിരെ അഭിജിത്ത് നയിച്ച പോരാട്ടങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം ശ്രദ്ധിക്കുക തന്നെ ചെയ്തു. അത് തന്നെയാണ് കോഴിക്കോട് നോർത്തിൽ തിരഞ്ഞെടുപ്പ് ഗോത ഉണർന്നപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകാതെ അഭിജിത്തിലേക്ക് തന്നെ എത്തിയതും. എന്നും കടുത്ത മത്സരം നടന്നിട്ടുള്ള കോഴിക്കോട് നോർത്തിൽ 2021 മുൻ മേയറായ CPMന്റെ ശക്തനായ തോട്ടത്തിൽ രവീന്ദ്രനെയും BJPയുടെ സംസ്ഥാന സെക്രട്ടറി MT രമേശിനെതിരെയും കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി അഭിജിത്തിനെ രംഗത്തിറക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ അഭിജിത്ത് പക്ഷേ പരാജയപ്പെട്ടുവെങ്കിലും അഭിജിത്ത് അവിടെ ഉയർത്തിയ തരംഗം ചില്ലറയല്ല. യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടി നടന്നും ഓടിയും മണ്ഡലത്തിലെ വീടുകൾ കയറിയിറങ്ങിയും വോട്ടഭ്യർത്ഥിച്ച ആ യുവാവിനെ കേരളം വാത്സല്യത്തോടു കൂടിയാണ് ഇന്നും നോക്കിക്കാണുന്നത്. 5 കൊല്ലങ്ങൾക്ക് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് കേരളം അഭിമുഖീകരിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അഭിജിത്തിൻ്റെ പേര് ഉൾപ്പെട്ടിരിക്കുമെന്ന് തീർച്ച തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച തൻ്റെ ജന്മനാടായ കോഴിക്കോട് നോർത്തിൽ ആയിരിക്കില്ല ഈ യുവ നേതാവ് മത്സരിക്കുക. പകരം വടകര MP ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്നത് പോലെ കൊയിലാണ്ടിയിലായിരിക്കും കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുക. കൊയിലാണ്ടി മണ്ഡലം 2006 ശേഷം CPM ആണ് നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. ഒരു വേളയിൽ മുൻ മന്ത്രിയും പിൽക്കാലത്ത് MP-യുമായ P. ശങ്കരനാണ് കൊയിലാണ്ടിയിൽ കോൺഗ്രസിലേക്ക് ചേർത്ത് നിർത്തിയത്. അഭിജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി കോൺഗ്രസിന് ഈ മണ്ഡലം വീണ്ടെടുക്കുക എന്നതും ലക്ഷ്യങ്ങളിലുള്ളതാണ്. അതിലുപരി കുറച്ച് നാളുകൾക്ക് ശേഷം ആദ്യമായി ജില്ലയിൽ നിന്നും MLA നേടിയെടുക്കുക എന്നുള്ളതും കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. അഭിജിത്ത് എന്ന യുവാവിൻ്റെ കൊയിലാണ്ടിയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് വളരെ എളുപ്പത്തിലെത്തിക്കാൻ സാധിക്കുമെന്നത് യാതൊരു സംശയവുമില്ല. ഇത് അവിടുത്തെ യുവതയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സ്വീകാര്യമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നിലവിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന അഭിജിത്തിൻ്റെ സംഘടനാ പ്രവർത്തന പ്രാവീണ്യം മണ്ഡലത്തിൽ മുതൽക്കൂട്ടാകും എന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്തം പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തിക്കാൻ ഇതിനോടകം തന്നെ അഭിജിത്ത് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് അറിവ്. ഒരു കടുത്ത പോരാട്ടം മുന്നിൽ കണ്ട് BJPയും CPM-ഉം ഈ മണ്ഡലത്തിൽ ശക്തരെ തന്നെ ഇറക്കും എന്നത് മുന്നിൽ കാണുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അഭിജിത്തിന് കോഴിക്കോട് നോർത്തിൽ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാനുള്ള കഠിന ശ്രമത്തിലുമാണ്. ഇനി ഇവിടെ ആരെ കൊണ്ടിറക്കിയാലും കൊയിലാണ്ടി മണ്ഡലം അഭിജിത്തിൻ്റെ കയ്യിൽ ഭദ്രമാകും എന്നതിൽ ഒരു സംശയവും കോൺഗ്രസിനോ UDFനോ ഇല്ല. ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള അഭിജിത്ത് ഫോർമുല ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു.